Hey guys, welcome back to my channel. So നമ്മുടെ സെൽഫ് ലവ് സീരീസിന്റെ തേർഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. So in this video we are going to discuss about 5 real self love languages inspired by the book Buy Yourself Some Damn Flowers by Tam Cole. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, പക്ഷേ ഐ ഹാവ് ബീൻ കംപ്ലീറ്റഡ് ഇറ്റ് ബിക്കോസ് ഞാൻ ഓരോ പേജ് വായിക്കുമ്പോഴും ഭയങ്കര മീനിങ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. ഞാൻ എങ്ങനെയാണ് ഇതൊരു വീഡിയോയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഞാനിങ്ങനെ ഐഡിയാസ് കണ്ടെത്തി ദിസ് ബുക്ക് ഈസ് ബീൻ ഡിലേഡ് ബൈ മീ. ലവ് ലാംഗ്വേജ് നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുണ്ടാവുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ്. പക്ഷെ ഈ ഒരു ബുക്കിൽ പറയുന്നത്, ഈ ഒരു ബുക്ക് ഫുള്ളി കണക്റ്റഡ് ടു ലൈക്ക് നമ്മൾ ഒരു പാർട്ട്ണറിലേക്ക് നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അത് നമുക്ക് നമ്മളെ തന്നെ കൊടുത്തിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലവ് ലാംഗ്വേജസ് നമുക്ക് നമ്മുടെ ലവ് ലാംഗ്വേജസ് അറിയില്ലെങ്കിൽ നമുക്ക് നമ്മളെ അധികമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് സത്യം. അതൊരു വലിയ സത്യമാണല്ലേ. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലുള്ള ലവ് ലാംഗ്വേജ് ആണ്. അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി പോലെ ഇരിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലവ് ലാംഗ്വേജസ് ഉണ്ട്. അതായത് ചിലവർക്ക് ക്വാളിറ്റി ടൈം ആയിരിക്കും, ചിലവർക്ക് ഫിസിക്കൽ ടച്ച് ആയിരിക്കും. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റ് എടുക്കാം നിങ്ങൾക്ക്. അതായത് ഗൂഗിളിൽ മറ്റേ സെൽഫ് ലവ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ടൈപ്സ് ഓഫ് സെൽഫ് ലവ് ടെസ്റ്റ് ഉണ്ട്. ഞാനിവിടെ സൈഡിൽ കൊടുക്കും. ഞാനൊരു സൈറ്റ് കയറിയിട്ട് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു സെൽഫ് ലവ് ലാംഗ്വേജിൽ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നതാണ്. സോ എനിക്ക് ക്വാളിറ്റി ടൈമാണ് എൻ്റെ സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തരെയും നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആക്ച്വലി ഇത് വരുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ യു ക്യാൻ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ആണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. നമ്മൾ നമുക്കായിട്ട് തന്നെ ലൈഫിൽ അല്ലെങ്കിൽ ഡേയ്സിൽ കുറച്ച് ടൈം നമുക്കായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ്. മാറ്റി വെക്കണമെന്നില്ല, നമ്മൾ ലൈഫിൽ കൂടെ കൂട്ടേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? വർക്ക്, സ്റ്റഡീസ്, ബാക്കി കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങളെല്ലാം കൊണ്ടും നമ്മുടെ ലൈഫ് രാവിലെ എഴുന്നേറ്റാൽ മുതൽ രാത്രി വരെ ഭയങ്കര ബിസി ആയിട്ടൊരു ലൈഫാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഐ നോ ദാറ്റ്. പക്ഷേ ഈ ഒരു ബിസി ഷെഡ്യൂളിൽ നമ്മൾ കുറച്ച് സമയം നമുക്കായിട്ട് മാറ്റി വെക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻവെസ്റ്റിംഗ് ടൈം ഫോർ യുവർ സെൽഫ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ സെൽഫ് ലവ്. നമ്മൾ ലൈഫിനൊരു മീനിങ് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ ഈ ഒരു സംഭവം വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലൈഫിലെ കുറച്ച് സമയം, ഒരു ഡേയിലെ കുറച്ച് സമയം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുക. അതാണ് ക്വാളിറ്റി ടൈം. നിങ്ങൾക്ക് വേണ്ടി ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് കുറച്ച് ടൈം. ബിഗിനിങ്ങിൽ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ നമുക്ക് അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ലേറ്റർ ഓൺ നമ്മളിത് യൂസ്ഡ് ആയി കഴിയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ആലോചിക്കുമ്പോഴായിരിക്കും നമുക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടുന്നത്. അങ്ങനെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എഫർമേഷൻ. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര അധികം ഇഷ്ടമാണ്. അപ്രീസിയേഷൻ കേൾക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു കോൺഫിഡൻസും ആ ഒരു ഹാപ്പിനെസ്സും എന്താ പറയുക, എൻകറേജ്മെന്റ് ഒക്കെ ഭയങ്കര അധികമാണ് അല്ലേ. അങ്ങനെ ഒരു എൻകറേജ്മെന്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. എങ്ങനെ വിചാരിക്കുക? ഈ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേർഡ്സ് ഓഫ് എഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു കോമൺ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയാത്തവർക്കാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. സോ നിങ്ങൾ ബേസിക്കലി വേറെ ആളുടേക്ക് നിന്ന് കേൾക്കുന്ന ഈ തരത്തിലുള്ള അപ്രീസിയേഷൻസ് നിങ്ങളെ തന്നെ പറഞ്ഞിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യാണ്. ഇത് ഭയങ്കര അധികം എന്താ പറയുക, എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര അധികം ഉപകാരപ്പെട്ടിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് പറയുന്നത്. സോ എങ്ങനെയൊക്കെയാണ് ഈ ഒരു എഫർമേഷൻ ചെയ്യുക? ഐദർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കണ്ണാടിയുടെ മുന്നിൽ പറയാം, അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ അടിപൊളി ആളാന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് ഈ ഒരു വേർഡ്സ് ഓഫ് എഫർമേഷനിൽ വരുന്നത്. ഇങ്ങനെ സെൽഫ് എഫർമേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഇത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും പിന്നെ അതുപോലെ തന്നെ കോൺഫിഡൻസും വളരെയധികം കൂട്ടും. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് ഹേർട്ട് യുവർ സെൽഫ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തു, ചെറുത് എന്തെങ്കിലും ആയിരിക്കും, അപ്പം തന്നെ നമ്മളെ തന്നെ അങ്ങ് ഹേർട്ട് ചെയ്താലേ അല്ലേ. അത് ആ ഒരു സ്വഭാവം നമുക്കുണ്ട്. ഇപ്പം ചെറിയ കാര്യം ചെയ്തിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ നമ്മളെ തന്നെ ഒന്ന് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നൊരു രീതി കാണപ്പെടാറുണ്ട്. എന്തിനാ ഈ ഒരു പണിക്ക് പോയത്, എന്തിൻ്റെ ആവശ്യമില്ല എനിക്ക് ഇത് ചെയ്യാനുള്ളത്, എനിക്കിതൊന്നും ചെയ്യാനുള്ള ബുദ്ധിയും കഴിവൊന്നുമില്ല, എന്തിനാ വെറുതെ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിത് ശരിക്കുന്നത് ചിലപ്പോൾ സ്കൂൾ കാലഘട്ടത്തായിരിക്കും. അങ്ങനെ അത് നമ്മൾ ആലോചിച്ച് നോക്കി നമ്മളിങ്ങനെ
ഇയേഴ്സ് കഴിയുന്ന തോറും നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മുടെ ഇന്നർ സോളിൽ നമ്മളത് എന്താ പറയുക, ഈ മാഗ്നറ്റ് പോലെ വലിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് തോട്ട്സിനെ ഫുള്ള് നമ്മളിങ്ങനെ ഇന്നർ സോളിൽ ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു സംഭവം ഉണ്ടാവും, നീ ഒന്നിനും കൊള്ളാത്തവരാണ്, നീ എന്ത് ചെയ്താലും ഇങ്ങനെ വരുള്ളൂ, അവിടെ നീ ഒന്നും ചെയ്യാൻ വേണ്ടി പോകണ്ട. അപ്പം അങ്ങനെ വളർന്നു വരുന്ന ഒരാൾക്ക് എന്തായിരിക്കും പിന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? ആൾക്ക് പുതിയൊരു കാര്യങ്ങൾ ട്രൈ ചെയ്യാനോ ആൾക്കാരായിട്ട് സംസാരിക്കാനോ എല്ലാം ഒരു കോൺഫിഡൻസ് കുറവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും നമ്മളെ ഹേർട്ട് ചെയ്യാണ്ട് കൈൻഡ് വേർഡ്സ് സംസാരിച്ചിട്ട് നമ്മുടെ ലൈഫ് ഒന്ന് എന്താ പറയുക അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അടുത്ത ഒരു കാര്യമാണ് ഗിഫ്റ്റ് ഗിവിങ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ഗിവിങ് എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ ഈ ഗിഫ്റ്റ് വേറെയൊക്കെ കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ത്രില്ല് വരുന്നൊരു കാര്യമാണ്. അവർ മുഖത്തെ സന്തോഷം കാണുന്നത്, ഓരോ ഗിഫ്റ്റും മീനിങ് ഫുള്ളായി വെച്ച് പാക്കൊക്കെ ചെയ്ത് അവരുടെ കയ്യിലെത്തിക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അവരുടെ ആ ഒരു മുഖത്തെ ചിരി അതെന്നെ ഭയങ്കര ത്രില്ലേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലവ് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വേ ആണ് ഗിഫ്റ്റ് ഗിവിങ്. അപ്പോൾ അത് നമ്മൾക്ക് തന്നെ കൊടുക്കുന്നതിനാണ് സെൽഫ് ഗിഫ്റ്റിംഗ്. പല തരത്തിൽ ഗിഫ്റ്റ് ഗിവിങ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നത്, എന്തെങ്കിലും ചെറുത് ആയാലും അങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന ആൾ. അല്ലെങ്കിൽ ഇവരിങ്ങനെ സേവ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ചിലപ്പോൾ 1 ഇയറിലായിരിക്കും സേവ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അവരൊരു നല്ലൊരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് കാര്യങ്ങൾ വാങ്ങിക്കും. ഒരു ഫാൻസി മൈൽ സ്റ്റോണിനെ കാത്തു നിൽക്കാതെ ഞാനത് ഡിസേർവ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് ഒരു കുഞ്ഞു സാധനം പോലും എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു സെൽഫ് ഗിഫ്റ്റിങ്. സെൽഫ് ലവ് എന്താ പറയുക, ആ ഒരു കൺസെപ്റ്റിലല്ലേ ഒരു സെൽഫ് ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പൈസ എന്താ പറയുക ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളും ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു ബുക്ക് വാങ്ങിക്കണം. ചെറിയൊരു പൈയാണെങ്കിൽ അത് വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു കുറച്ച് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സ് എന്താ പറയുക സ്വന്തം തന്നെ വാങ്ങിക്കുന്നത്, അതൊക്കെ എന്ന് പറയുന്നത് അടിപൊളി എന്ന് പറയുന്നതാണ്. ഫിസിക്കൽ ടച്ച് നമ്മുടെ ഒരു പാർട്ണറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള പാരൻസ് ആരുടെയും റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കടൽസ്, കിസ്സസ്, ഹഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഒരു ഹാപ്പി ഹോർമോൺസും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന സംഭവമാണല്ലേ. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു കുട്ടി പറയുന്നതെന്ന് വെച്ചാൽ മസാജസ്, ഫേഷ്യൽ, പെഡിക്യൂർ, മാനിക്യൂർ ഓർ യോഗ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദ സെയിം ഹാപ്പി ഹോർമോൺ വിൽ ബി റിലീസ്ഡ് എന്നാണ്. സോ ഇത് നമുക്ക് വലിയൊരു എന്താ പറയുക മിക്സഡ് ഒപ്പീനിയൻ വരുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ പറയാം. അപ്പോൾ അടുത്തൊരു സംഭവമാണ് ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ആക്ട് ഓഫ് സർവീസ് എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ തന്നെ അവരുടെ ലൈഫ് ഈസി ആവാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അല്ലേ. അപ്പം സോ അത്തരത്തിലുള്ള സർവീസ് നമുക്ക് ചെയ്ത് കൊടുക്കണ്ടേ അല്ലേ. എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. സോ എന്തൊക്കെയാണ് ഈ ഒരു ആക്ട് ഓഫ് സർവീസിൽ ചെയ്യുന്നത്? നമ്മളിപ്പം ഒരു സൺഡേ നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതായത് ആ ഒരു വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീൽ പ്രപ്പ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ആ ഒരു ഹോൾ വീക്കിലേക്ക് വേണ്ട ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ അയൺ ചെയ്തിട്ട് സോർട്ട് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ ഇതുപോലെ തന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് വെക്കാനും തലേന്ന് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ബാഗിൽ എല്ലാം എടുത്ത് വെക്കുകയാണ്. സോ ദാറ്റ് നമുക്ക് പിറ്റേ ദിവസം കുറച്ചുകൂടി ഈസിയറായി ആ ടൈമും കൂടി നമുക്ക് വേണ്ടി യൂസ് ചെയ്യാമാണെങ്കിലും. അപ്പോൾ അത്തരത്തിലുള്ള സർവീസും കാര്യങ്ങളും നമുക്ക് തന്നെ കൊടുക്കുന്നതാണ് ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ടു ഡു ലിസ്റ്റ് എഴുതുന്നത് ഭയങ്കര അധികം മെൻ്റലി നമ്മൾ സോർട്ടഡ് ആവും. നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട് ഒരു ഫുൾ ഡേ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫുൾ വീക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു മന്ത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞ് നമ്മളത് ടിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നമ്മളിതൊക്കെ ചെയ്തു, ഇനി നമുക്കിതൊക്കെ ചെയ്യാനുണ്ട്. അത് കുറേ അധികം ലൈഫ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 5 റിയൽ സെൽഫ് ലവ് ഹാബിറ്റ്സ് ആണ്. സോ ഫസ്റ്റ് ക്വാളിറ്റി ടൈം, പിന്നെ വേർഡ്സ് ഓഫ് അഫർമേഷൻ, ഫിസിക്കൽ ടച്ച്, ഗിഫ്റ്റ് ഗിവിങ്, പിന്നെ ആക്ട് ഓഫ് സർവീസ്, ഇതൊക്കെ ആയിരുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്മിക റമീസ് സൈനിങ് ഓഫ്. ബൈ.